ഹലോ ഗൈസ്, ഐഫോൺ 16ഉം ഐഫോൺ 15ഉം നമ്മുടെ ചാനലിൽ ഒരുപാട് നാൾ നമ്മൾ വെച്ച് നല്ല ഡീറ്റെയിൽഡ് റിവ്യൂ ചെയ്തിട്ടുണ്ട്. സോ എന്തുകൊണ്ടൊരു കമ്പാരിസൺ ചെയ്തുകൂടാം? വെൽക്കം ടു ദ ഐഫോൺ 15 വേഴ്സസ് ഐഫോൺ 16 കമ്പാരിസൺ. ആദ്യം തന്നെ നിങ്ങളെ ലാഗ് അടിപ്പിക്കാതെ എനിക്ക് ഡിസൈൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാം. ഡിസൈൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് പറയുമ്പോൾ ശരിക്കും ഭയങ്കരമായ ചേഞ്ചസ് ഒന്നുമില്ല, എസ്തെറ്റിക്കലി അല്ലാതെ. രണ്ടിനും ഒരേ ബോഡിയും ഒരേ ഫ്രെയിമും ഉപയോഗിച്ചിരിക്കുന്നത്. എന്തിന്? വെയിറ്റ് വരെ ഈക്വൽ ആണ്, 1 ഗ്രാമിന് വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ എസ്തെറ്റിക്കലി നോക്കുകയാണെങ്കിൽ ക്യാമറ അറീസ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഐഫോൺ 16 ഇച്ചിരി ഒന്ന് ഫ്രഷ് അപ്പ് ആക്കിയിട്ടുണ്ട്. മേ ബി പ്രോബബ്ലി നാട്ടുകാരെ അത് തിരിച്ചറിയിപ്പിക്കാൻ വേണ്ടിയാണ്. കാരണം ഞാൻ കാശുള്ളതാണ്, പുതിയ ഐഫോൺ എടുത്തിട്ടുണ്ട്. വേറൊരു സംഭവം എന്ന് വെച്ചാൽ എസ്തെറ്റിക്കലി ഒരുപാട് ബ്രൈറ്റ് കളേഴ്സാണ് ഐഫോൺ 16 കൊണ്ടുവന്നേക്കുന്നത്. പിങ്ക്, കോറൽ, ടർക്കോയിഷ്, അതുപോലത്തെ ഭയങ്കര എറിച്ച് നിൽക്കുന്ന സാധനമാണ്. സോ ഒരു ട്രാൻസ്പെറൻറ്റ് കേസ് ഇട്ടാൽ ഡെഫിനറ്റ്ലി ഡിസൈൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഐഫോൺ 16 ഐഫോൺ 15 സ്റ്റാൻഡ് ഔട്ട് ചെയ്യുകയും ചെയ്യും. നിങ്ങൾക്ക് ആ ഒരു സോഷ്യൽ വാലിഡേഷൻ ഉണ്ടല്ലോ, ഒരു പുതിയ ഫോൺ ഉപയോഗിക്കുകയാണ്, ആൾക്കാർ കൂടുതൽ നോക്കുന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഡിസൈൻ ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്ക് വേറൊരു ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് തോന്നിയ ആ 2 അഡീഷണൽ ബട്ടൺസ് ആണ്. ഒന്ന് ആക്ഷൻ ബട്ടണും 2 ക്യാമറ ക്യാപ്ചർ ബട്ടണും. ആക്ഷൻ ബട്ടൺ ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് റിയലി ഗുഡ്. ഒരു കസ്റ്റമൈസബിൾ ബട്ടൺ ഉണ്ട്, നിങ്ങൾക്ക് സിറി ഷോർട്ട് കട്ട്സും കാര്യങ്ങളൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ അറിയാമെങ്കിൽ ബ്ലോൺ അവേ നല്ലോണം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നൊരു അഡീഷണൽ ബട്ടൺ. പക്ഷേ ക്യാമറ ക്യാപ്ചർ ബട്ടൺ ഒരു തോൽവി ബട്ടണാണ്. അതിനകത്ത് വലിയ ഗുണങ്ങളൊന്നുമില്ല. കാരണം നിങ്ങൾ ഏത് ഐഫോൺ 16 അല്ലെങ്കിൽ 16 പ്രോ യൂസറിൻ്റെ അടുത്ത് ചോദിച്ചാലും അവരത് യൂസ് ചെയ്തില്ലെന്ന് 95% എനിക്ക് ഉറപ്പാണ്. പക്ഷേ നമുക്ക് ഡിസ്പ്ലേനെ കുറിച്ച് പറയുമ്പം അവിടെയും ഗെയിം ഏറെക്കുറെ സെയിം ആണ്. സെയിം എക്സാക്ട് പാനൽ, സെയിം എക്സാക്ട് ബ്രൈറ്റ്നസ് ആണെന്ന് എനിക്ക് തോന്നിയത്, സെയിം എക്സാക്ട് റിഫ്രഷ് റേറ്റ്. ഐഫോൺ 16 90 ഹെർട്സ് ഇല്ല. അറ്റ് ദ എൻഡ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഡിസ്പ്ലേ ഡിപ്പാർട്ട്മെൻറ്റിൽ ഐഫോൺ 16 ഉപയോഗിച്ചിരിക്കുന്ന ഗ്ലാസ് ഇച്ചിരിയുടെ ടഫർ ആയിട്ടുള്ള സെറാമിക് ഷീൽഡാണ്. അതുകൊണ്ട് ഡ്യൂറബിലിറ്റി സ്റ്റാൻഡ് പോയിന്റിൽ ഐഫോൺ 16 ഐഫോൺ 15 ഇച്ചിരി കൂടെ ഒരു പഞ്ചുള്ളത്. ഇനിയും ഡിസ്പ്ലേ ഡിപ്പാർട്ട്മെന്റ് അല്ലാതെ എനിക്ക് ചെറിയൊരു മൾട്ടിമീഡിയ വ്യത്യാസം തോന്നിയെന്ന് വെച്ചാൽ, ഈ സിനിമ കാണുമ്പോഴും ഗെയിം കളിക്കുമ്പോഴൊക്കെ ഐഫോൺ 16 സ്പീക്കേഴ്സ് ഇച്ചിരി ലൗഡാണ് ഐഫോൺ 15 വെച്ച് നോക്കണം. ക്ലാരിറ്റിയിലും ക്രിസ്പിനെസ്സിനും ഒക്കെ ആപ്പിളിൻ്റെ സ്പീക്കേഴ്സ് അടിപൊളിയാണ്. പക്ഷേ ലൗഡ്നെസ്സിൽ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഐഫോൺ 16 സ്പീക്കർ ഇച്ചിരി കൂടെ ഐഫോൺ 15 ലൗഡറാണ്, ബ്രൈറ്ററാണ് എനിക്ക് തോന്നി. ഇനി നമുക്ക് ഏറ്റവും വലിയ വ്യത്യാസത്തിലേക്ക് പോകാം. അതാണ് പെർഫോമൻസ് ആൻഡ് ബാറ്ററി ലൈഫ്. ഈ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഐഫോൺ 16 ഐഫോൺ 15 തൂക്കിയെടുത്തെറിയാൻ പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ ഐഫോൺ 16 ഉപയോഗിച്ചിരിക്കുന്ന ചിപ്സെറ്റ് അതൊരു ജനറേഷണൽ ചിപ്സെറ്റാണ്. ഐഫോൺ 16 ഉപയോഗിച്ചിരിക്കുന്ന ആപ്പിളിൻ്റെ A18 ബയോണിക് ചിപ്പും ഐഫോൺ 15 ഉപയോഗിച്ചിരിക്കുന്ന ആപ്പിളിൻ്റെ A16 ബയോണിക് ചിപ്പും. സോ അവിടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു ജനറേഷണൽ അഡ്വാൻറ്റേജ് ഉണ്ട്. ഇനിയും വേറെ സംഭവം എന്ന് വെച്ചാൽ അത് മാത്രമല്ല, ഇതിൻ്റെ പുതിയ NPU ന്യൂറൽ പ്രോസസ്സിംഗ് യൂണിറ്റും അതിൻ്റെ ഗ്രാഫിക്സ് പ്രോസസ്സിംഗ് യൂണിറ്റും GPU MPU CPU എല്ലാ ഐഫോൺ 16 ഭയങ്കര സുപ്രീം. അതുകൊണ്ട് AI ടാസ്കും അതുപോലെ ന്യൂറൽ പ്രോസസ്സിംഗ് ആവശ്യമുള്ള പ്രോസസ്സിങ്ങും ഇമേജ് പ്രോസസ്സിങ്ങും എല്ലാം വേ ബെറ്റർ ആയിട്ട് ഹാൻഡിൽ ചെയ്യും. ഇതിനെല്ലാം ഉപരി ഐഫോൺ 16 വേ ബെറ്റർ റാം കൊടുത്തിട്ടുണ്ട്. ഒരു ബിഗ്ഗർ റാം കൊടുക്കുമ്പോൾ എന്തൊക്കെയാണ് ഗുണം എന്ന് പറഞ്ഞാൽ iOS അത് ഭയങ്കര കിടലായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. സോ പെർഫോമൻസ് സ്റ്റാൻഡ് പോയിന്റിൽ നിങ്ങളൊരു ഗെയിമറാണ്, അല്ലെ ഇച്ചിരി ഹെവി ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണെന്ന് വെച്ചോ, പവർ യൂസർ ഗെയിമിങ്, എഡിറ്റിംഗ്, വീഡിയോ എഡിറ്റിംഗ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഗൈസ് ഐഫോൺ 16 എടുത്താൽ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവും. ഈവൻ ദോ ഐഫോൺ 15 നല്ലൊരു പെർഫോമിംഗ് ഡിവൈസ് ആണ്, പക്ഷേ ഐഫോൺ 16 കേപ്പബിലിറ്റീസ് വെച്ച് നോക്കുമ്പോൾ ഐഫോൺ 15 ആ ഒരു ലെവലിലേക്കൊന്നും എത്തുന്നില്ല. ഇറ്റ് ഈസ് എ പവർ പഞ്ചി സാധനമാണ് കേട്ടോ. അതിപ്പോൾ ഗ്രാഫിക്സ് ആയിക്കോട്ടെ, ഗെയിമിംഗ് ആയിക്കോട്ടെ, പവർ യൂസേഴ്സിൻ്റെ ഐഫോൺ 16 ഹൈലി റെക്കമെൻഡഡ്. ബാറ്ററി ലൈഫിലേക്ക് വരുമ്പോഴോ എന്താ പറയുക, എനിക്ക് എൻ്റെ പേഴ്സണൽ യൂസിന് എനിക്ക് ഐഫോൺ 15 നല്ല ഇമ്പ്രൂവ്ഡ് ബാറ്ററി ലൈഫ് എന്ന് തോന്നി. ഈവൻ ദോ ഇൻ പേപ്പർ ചെറിയ മില്ലി ആംബേഴ്സിൻ്റെ വ്യത്യാസമുള്ളെങ്കിലും ഇതിൻ്റെ പുതിയ CPU ഭയങ്കരമായിട്ട് പവർ എഫിഷ്യൻ്റ് ആയിട്ടുണ്ട്. സോ ഞാൻ പറയാൻ പോകുന്ന ഒരു വൈൽഡ് ക്ലെയിം ആയിരിക്കും, പക്ഷേ എനിക്കൊരു 45 to 1 hours എന്താ പറയുക അത്രയും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് തോന്നി. ബാറ്ററി ലൈഫിൽ ഡെഫിനറ്റ്ലി ഗൈസ് ട്രസ്റ്റ് മീ, ഐഫോൺ 16 ഐഫോൺ 15 സാധാരണ യൂസ് കേസിൽ നിങ്ങൾക്ക് ഒരു മിനിമം ഒരു 45 minutes അല്ലെങ്കിൽ ഒരു 30 minutes കൂടുതൽ സ്ക്രീൻ ഓൺ ടൈം തരും. ചാർജിങ്ങിനെ നോക്കുവാണെങ്കിൽ 2 ഏറെക്കുറെ വലിയ സ്കീമൊന്നുമില്ല. പക്ഷേ ഐഫോൺ 16 പുതിയുള്ള ഫാസ്റ്റർ വയർലെസ് ചാർജിങ് ഉണ്ട്, ചാർജിങ് സ്പീഡും ഭയങ്കര വ്യത്യാസമൊന്നുമില്ല. സോ ബാറ്ററി ലൈഫും പെർഫോമൻസ് സ്റ്റാൻഡ് പോയിന്റിലുമാണ് എനിക്ക് നല്ല വ്യത്യാസം തോന്നി. ഇനിയും നമുക്ക് ക്യാമറാസിനെ കുറിച്ച് സംസാരിക്കാം. സോ ഗൈസ്, ക്യാമറാസിനെ കുറിച്ച് പറയുമ്പം എനിക്ക് ആദ്യമേ പറയാനുള്ള വൈൽഡ് ക്ലെയിംസ് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. കാരണം എന്താ പറയുക,
ഐഫോൺ 15 ഐഫോൺ 16 ക്യാമറാസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒപ്റ്റിക്കലി ചിലവർ പറയാൻ ഭയങ്കര വ്യത്യാസമുണ്ടെങ്കിലും ആപ്പിളിൻ്റെ ഫോട്ടോണിക് എഞ്ചിൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്, അവരുടെ ഫോട്ടോ പ്രോസസ്സിങ്. അത് ഇത്രയും വർഷമായിട്ട് ത്രൂ ആയിട്ട് ഒരു സെയിം സാധനം തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഡേ ലൈറ്റിൽ സാധാ ക്യാമറ വെച്ച് 48 മെഗാ പിക്സൽ അത് വെച്ച് ഫോട്ടോ എടുത്ത് സിമിലർ ഡിറ്റോ ആയിട്ടേ തോന്നുന്നത്, ഒരു വ്യത്യാസം തോന്നുന്നത്. പക്ഷേ വൈഡ് ആംഗിളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ തോന്നും. അത് പ്രോബബ്ലി ബിക്കോസ് പുതിയ ഐഫോൺ 16 വൈഡ് ആംഗിളിൽ ഓട്ടോ ഫോക്കസിങ് ഉണ്ട്. ആ ഓട്ടോ ഫോക്കസിങ് ഉണ്ടായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാക്രോ ഷോട്ട്സ് എടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ആണ് കേട്ടോ. മാക്രോ ഫോട്ടോസ് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ വ്യത്യാസം തോന്നി, ഈവൻ തോ ഇതിനെ രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല, ചെറിയ വ്യത്യാസം എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഐഫോൺ 16 നൈറ്റിൽ വൈഡ് ആംഗിൾ ഫോട്ടോ എടുക്കുമ്പോൾ ആ ഹയർ ആപ്പച്ചർ ഉണ്ടായിട്ട് നിങ്ങൾക്ക് ഇച്ചിരി കൂടി ഡീറ്റെയിൽഡ് അല്ല ഇച്ചിരി കൂടി ഒരു ക്രിസ്പി ഫോട്ടോസ് കിട്ടുന്നുണ്ട്. അത് മാത്രം എനിക്ക് തോന്നിയത്. അല്ലാതെ നിങ്ങൾ സൈഡ് ബൈ സൈഡ് ഇപ്പോൾ രാവിലെ വെച്ച ഫോട്ടോ ആണല്ലോ, ഹ്യൂമൻ സബ്ജക്ട്സ് ആണെങ്കിലും പട്ടിയുടെ പൂച്ചയുടെ എന്ത് ഫോട്ടോ ആണെങ്കിലും സൈഡ് ബൈ സൈഡ് വെച്ച് കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് അങ്ങനെ നോട്ടീസബിൾ വ്യത്യാസം ഒന്നും വരത്തില്ല. അതിൻ്റെ ഇപ്പോഴും ആ നാച്ചുറൽ ടോണുള്ള അത്യാവശ്യം വാം ആയിട്ടുള്ള നല്ല HDR ഫോട്ടോസ് രണ്ടിനും കൊടുക്കുന്നത്. അതുകൊണ്ട് ഐ റിയലി ലവ്ഡ് ഇറ്റ്. ആകെ വ്യത്യാസം വരുന്ന വൈഡ് ആംഗിളിൽ നൈറ്റില്ല. അല്ലാതെ വൈഡ് ആംഗിളിൽ ഈ ഐഫോൺ 16 ഒരു പുതിയ ടൈപ്പ് ഓഫ് വൈഡ് ആംഗിൾ ലെൻസ് അല്ലെ ഒരു ഇംപ്രൂവ്ഡ് ഒപ്റ്റിക്സ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് അവർ എത്രത്തോളം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. കാരണം അവരുടെ ഫോട്ടോണിക് എഞ്ചിൻ ഇപ്പോഴും ഐഫോൺ 16 ഐഫോൺ 15 പ്രോസസ്സിങ് സെയിം ടു സെയിം ഈക്വൽ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ടു ബി നോട്ടഡ്. ഇനി വീഡിയോ സൈഡിനെ കുറിച്ച് പറയുകയാണെങ്കിലോ, ഞാൻ ഐഫോൺ 16 ഐഫോൺ 15 ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് നിങ്ങൾ കാണിച്ചാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും തിരിച്ചറിയത്തില്ല. പക്ഷേ 16 പ്രോയിലോട്ട് പോകുമ്പോൾ അതല്ല കേസ്, അവിടെ ഒരു ജനറേഷണൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ്. ഓക്കെ, ഇനി ഐഫോൺ 16 15 വീഡിയോസിനെ കുറിച്ച് ആണെങ്കിൽ സത്യം പറഞ്ഞാൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഓട്ടോ ഫോക്കസും ഭയങ്കര വ്യത്യാസമൊന്നുമില്ല. വീഡിയോസിൽ വൈഡ് ആംഗിൾ ഇട്ട് ഓട്ടോ ഫോക്കസ് വരുന്നത് ഐഫോൺ 16 ചെറുതായിട്ട് ഇമ്പ്രൂവ്ഡ് ആവും തോന്നുന്നു. അല്ലാതെ എനിക്ക് ക്യാമറ വൈസ് ഗൈസ്, നിങ്ങളെ ക്യാമറയ്ക്ക് വേണ്ടി മാത്രമാണ് അപ്ഗ്രേഡ് ചെയ്യാൻ നിൽക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു അപ്ഗ്രേഡ് തോന്നത്തില്ല. അത് ഞാൻ കൺഫേം ചെയ്ത് പറയാം. ഇനി വേറെ രണ്ടൊന്ന് കാര്യം, പിന്നെ ഗൈസ് ഐഫോൺ 16 ആപ്പിളിൻ്റെ ഇൻ്റലിജൻസ് വരുന്നുണ്ട്. അതൊരു ഹിറ്റ് ഓർ മിസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആപ്പിൾ ഇൻ്റലിജൻസ് അത്ര കിടിലം സാധനമൊന്നും അല്ല. അവർ പറഞ്ഞ കണക്ക് പ്രോമിസിങ് സംഭവങ്ങളൊന്നുമില്ല. അതൊരു ഓവർ പ്രോമിസ് ചെയ്തിട്ട് അണ്ടർ ഡെലിവറി ചെയ്ത് തന്നെ കണക്കായിപ്പോയി. പക്ഷെ അതിനെക്കുറിച്ചൊരു വേറൊരു വീഡിയോ ഡെഡിക്കേറ്റഡ് ആവുമ്പോൾ ചെയ്യാം. പക്ഷേ ഐഫോൺ 16 കുറച്ച് കാര്യങ്ങൾ ഐഫോൺ 15 ഇമ്പ്രൂവ്ഡ് ആണ്. കാരണം എന്ന് വെച്ചാൽ അതിനൊരു ബെറ്റർ ന്യൂവർ ഡിസൈൻ, ന്യൂവർ കളർ കിട്ടുന്നുണ്ട്, ഒരു ബെറ്റർ ആയിട്ടുള്ള വൈഡ് ആംഗിൾ കിട്ടുന്നുണ്ട്, വേ ബെറ്റർ പെർഫോമൻസ് കിട്ടുന്നുണ്ട്, അത്യാവശ്യം നല്ല ബാറ്ററി ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട്, അതേപോലെ ടഫറായിട്ടുള്ള ഫ്രണ്ട് ഗ്ലാസ് കൊടുക്കുന്നുണ്ട്, ആപ്പിളിൻ്റെ ഇൻ്റലിജൻസ് കൊടുക്കുന്നുണ്ട്, ബെറ്റർ ആയിട്ടുള്ള വയർലെസ് ചാർജിങ് കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പം ചെറിയ ചെറിയ ഒരുപാട് അപ്ഗ്രേഡ്സ് ഇതിന് ആഡ് ഓൺ ആയിട്ട് ഒരു റിഫൈൻമെൻറ്റ് അപ്ഗ്രേഡ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. എനിക്ക് ആ 90 Hz റിഫ്രഷ് റേറ്റും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഐഫോൺ 16 കൂടെ ബ്ലോൺ അപ്പ്, ഭയങ്കരമായിട്ട് ബ്ലോ അപ്പ് ചെയ്ത്. അത് തന്നെ ഐ എം ഫിംഗേഴ്സ് ക്രോസ്ഡ് ഐഫോൺ 17 ഞാൻ മിക്കവാറും അതായിരിക്കും ദ ബിഗ്ഗസ്റ്റ് സെല്ലിംഗ് ഫാക്ടർ. അത് പുട്ട് പോലെ വിറ്റും പോകുന്നു എനിക്ക് ഉറപ്പാണ്. ആൻഡ് എന്നെ സംബന്ധിച്ച് ചോദിച്ചാൽ ഷുഡ് ഐ അപ്ഗ്രേഡ്? നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് 90 Hz അല്ലെ 120 Hz വലിയൊരു ഡിസൈഡിങ് ഫാക്ടർ അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി യു ഷുഡ് അപ്ഗ്രേഡ്. കാരണം എനിക്ക് ഐഫോൺ 16 ഓവറോൾ ഒരു ഫോൺ ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു ഫീൽ കിട്ടുമല്ലോ, ഇച്ചിരി കൂടെ ബെറ്റർ ബിൽഡ് ആയിട്ടുള്ള, ഇച്ചിരി കൂടെ ബെറ്റർ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഫീൽ എനിക്ക് ഐഫോൺ 16 നിന്ന് കിട്ടിയിട്ടുണ്ട്. ഐഫോൺ 15 നിന്ന് എനിക്ക് കിട്ടാത്തത്. അതേപോലെ തന്നെ നിങ്ങൾ ഐഫോൺ 15 യൂസർ ആണെങ്കിൽ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യണമെന്ന് വെച്ചാൽ നോ. പക്ഷേ നിങ്ങൾ ഐഫോൺ 12, 13 യൂസറൊക്കെ ആണെങ്കിൽ ഐഫോൺ 16 നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്ഗ്രേഡ് ചെയ്യാം. അതേപോലെ തന്നെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ള 2 സാധനങ്ങളൊക്കെ ഉണ്ട് ഐഫോൺ 16. അതിൻ്റെ മറ്റേ സ്റ്റുഡിയോ ക്വാളിറ്റി മൈക്രോഫോൺസ് ഒക്കെ ഭയങ്കര അടിപൊളിയാണ്. നിങ്ങളിപ്പോൾ റീലും ഈ ഷൂട്ട് ചെയ്യാനും മാർക്കറ്റിംഗ് കണ്ടന്റ് ക്രിയേഷനൊക്കെ മെയിനായിട്ട് എടുക്കുകയാണെങ്കിൽ ഐഫോൺ 16 അതൊരു ആഡ് ഓൺ ബെനിഫിറ്റ് ആണ്. സോ നിങ്ങൾ ഐഫോണുകളിൽ 90 Hz അല്ലെ 120 Hz സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ എനിക്ക് തോന്നുന്നു ദിസ് ഈസ് എ ഗ്രേറ്റ് സാധനം, ഗ്രേറ്റ് ഡീൽ. ഐ റിയലി എൻജോയ്ഡ് യൂസിങ് ഐഫോൺ 16 ഷ്യൂർലി. അതിനകത്തൊരു 90 അല്ലെ 120 Hz ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഐഫോൺ 15 നല്ലോണം വര വീണുകൊണ്ടിരിക്കുകയാണ്. 15 ആയിക്കോട്ടെ, 15 സീരീസ് ആയിക്കോട്ടെ, 15 Pro ആണല്ലോ, Pro Max ആണല്ലോ, ഒരുപാട് വര വീഴുന്നൊരു ഇഷ്യൂസ് ഉണ്ട്. ഐഫോൺ 16 അത്രയ്ക്ക് റിപ്പോർട്ടഡ് ആയിട്ടില്ല. അതുകൊണ്ട് സോ ദാറ്റ് ഇസ് ഇറ്റ് ഗൈസ്. പക്ഷേ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഐഫോൺ 15 Pro എടുക്കണോ, ഐഫോൺ 16 എടുക്കണോ? ഹേ ഗൈസ്, ശ്രീ ഹിയർ, ടോക്ക് ടു യു ഗൈസ് ലേറ്റർ.